നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് കാണുക. നല്ല കിടക്കാച്ച വീഡിയോസാണത്. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള നമ്മുടെ പട്ടായയിൽ അൽക്കസർ ഷോയാണ്. തായ്ലൻഡിൽ വന്ന് ഇറങ്ങുന്നവർ നിർബന്ധമായിട്ട് കാണുന്നൊരു ഷോയാണ് ഈ അൽക്കസർ ഷോ എന്നുള്ളത്. ആക്ച്വലി ഈ അൽക്കസർ ഷോ എന്നുള്ളത് ക്യാബറേ ഷോയാണ്. ഓക്കെ, സെക്കൻഡ് ഫ്ലോർ, നോ ലിഫ്റ്റ്. ആക്ച്വലി ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതിന് 2ാമത്തെ നിലയിലാണ് ഈ അൽക്കസർ ഷോ നടക്കുന്നത്. നോർമലി ഷോ ഡ്യൂറേഷൻ എന്നുള്ളത് ശരിക്കും ഹാഫ് ആൻ അവറൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് 400-ൽ പരം കലാകാരന്മാർ, അതായത് അരങ്ങത്ത് അണികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ 400 പേര് ട്രാൻസ്ജെൻഡേഴ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ലേഡി ബോയ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് കോറിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, എല്ലാം ഈ ട്രാൻസ്ജെൻഡേഴ്സാണ്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ എത്തുവാനായിട്ട് ചെറുതായിട്ട് വൈകി. അപ്പോഴത്തേക്ക് ഷോ തുടങ്ങി. അധിക സമയമൊന്നും ആയിട്ടില്ല, 5 മിനിറ്റ് ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. സത്യത്തിൽ ഇതിലെ ഡാൻസേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അവരുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശരിക്കും ഒരു റിയൽ ആയിട്ടുള്ള വുമൺ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് ഒരു മേക്കപ്പ് ഇതാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ തിയേറ്ററിനകത്തിട്ട് സിനിമ കാണുന്നൊരു ഫീലാണ്. അതായത് തിയേറ്ററിലെ സ്ക്രീനിന് പകരം ശരിക്കും സ്റ്റേജ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് തിയേറ്ററുള്ള പോലെ തന്നെയാണ്. ഈ ക്യാബറ ഡാൻസ് എന്നും പറഞ്ഞിട്ട് ഇതിന് മുന്നേ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു ക്യാബറ ഡാൻസ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൽ 1% പോലും വൾഗാരിറ്റി ഇല്ല. ശരിക്കും ഫാമിലിയായിട്ട് തന്നെ ഒന്ന് കാണണം. റഷ്യ, ഇന്ത്യ, ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുടെ തനത് നൃത്തങ്ങളാണ് ഈ കലാകാരന്മാർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചിരുന്നത്. ഡാൻസിൻ്റെ പെർഫെക്ഷൻ ലെവലാണെങ്കിലോ കോറിയോഗ്രാഫിൻ്റെ ലെവലാണെങ്കിലോ അതൊരു പീക്ക് ലെവൽ പെർഫോമൻസാണ് ഇവർ കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എസ്പെഷ്യലി അവരുടെ കോറിയോഗ്രാഫറിൻ്റെ മനസ്സ് തൊട്ട് തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവിടത്തെ കുറിച്ച് ആകെപ്പാട് എനിക്ക് ഒരേ ഒരു നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ ഷോ ഒരു കാരണവശാലും വീഡിയോയിൽ എടുക്കാനായിട്ട് സമ്മതിക്കുന്നതല്ല. പിന്നെ നമ്മൾ ഒളിച്ചാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈവൻ നമ്മുടെ ഫോണിലെ ബ്രൈറ്റ്നസ് കണ്ടാൽ പോലും ഇത് വീക്ഷിക്കാനായിട്ട് ഏറ്റവും മേലൊരാളുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ലേസർ ലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ ദേഹത്ത് അടിച്ച് കാണിച്ചു തരും. അത് ചെറിയ ക്ലൂ ആണ്. നമ്മൾ അവിടെ കൊണ്ട് വീഡിയോ എടുക്കുന്ന നിർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഉറപ്പായിട്ട് പിടിച്ച് പുറത്താക്കും. ഇവിടെ ഒരാളെ പിടിച്ച് പുറത്താക്കിയത് ലൈവായിട്ട് കണ്ടതാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഐഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ബ്രൈറ്റ്നസ് പുറത്ത് വരില്ല. അത് ഒളിച്ചും പാത്ത് നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഫ്ലാഷ് ഒന്നും ഓണാക്കേണ്ട കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ ശരിക്കും മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മ്യൂസിക്കോടെ ചേർത്ത് കാണണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫീൽ അറിയാൻ പറ്റുന്നത്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ മുൻകൂറായിട്ട് നമ്മൾ നമ്മുടെ സീറ്റ് റിസർവ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഒത്തിരി സമയമായിട്ട് വെയിറ്റ് ചെയ്തിട്ടായിട്ടുണ്ട്. നിങ്ങൾ ടൂർ പാക്കേജ് എടുത്തിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തായ്ലാൻഡ് പാക്കേജിനകത്ത് 100% ഉൾപ്പെടുത്തുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അൽക്കസർ ഷോ. അപ്പോൾ അവർ നമ്മളെ വരുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി പ്രീ ബുക്കിംഗ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയുള്ളവർക്ക് ടെൻഷനൊന്നും വേണ്ട. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് നമ്മൾ പാക്കേജ് എടുക്കാണ്ട് വരുന്നവരാണ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ റിസർവേഷൻ മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ പാഴായി പോകും. ഈ ഷോ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൽ പെർഫോമൻസ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ മുന്നിലോട്ട് വരും. നമുക്ക് അവരോടൊപ്പം സംസാരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തായ്ലാൻഡ് എന്നുള്ളത് ശരിക്കും ഫാമിലിക്ക് കൂടെ വരാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകളായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ മനസ്സിനകത്ത് തായ്ലൻഡിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെന്നിട്ട് മാറ്റി വെച്ചിട്ട് ഫാമിലിയായിട്ട് വരാൻ പറ്റിയ രാജ്യമാണെന്നുള്ളത്
നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് ഇടയിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ല ബട്ടൺ അമർത്തുക. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മാത്രമല്ല പ്ലേലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഹോൾഡേഴ്സ് ഉണ്ട്. UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളുടെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. ഫുൾ ഇൻഫർമേഷൻസ് ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ഇനി അൽക്കസർ ഷോ കാണാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഷോ കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരിക്കും ബൈ.